പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു കർത്തൃദിവസമാകിയാൽ ആരാധനാത്മകമായ ഒരു ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. 4-ാം ദിവസം അവർ ബരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ബരാഖ താഴ്വര എന്ന് പേർ പറഞ്ഞു വരുന്നു. യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ കാലത്ത് ദൈവം അമ്മോന്യരുടെയും മോവാബ്യരുടെയും മേൽ അത്ഭുതകരമായ നിലയിൽ ജയം നൽകിയതുകൊണ്ട് ഇസ്രായേൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത സ്ഥലമാണ് ബരാഖ താഴ്വര. ബരാഖ എന്ന പദത്തിന് അനുഗ്രഹം എന്നർത്ഥം. അമ്മോന്യരും മോവാബ്യരും ഇസ്രായേലിന്റെ ശത്രുക്കളാണ്. അവരുടെ ജനനം തന്നെ അവിഹിത മാർഗത്തിലൂടെ ആയിരുന്നതിനാൽ അവരുടെ 10-ാം തലമുറ പോലും ദൈവസന്നിധിയിൽ പ്രവേശിക്കരുത് എന്ന് ദൈവം വിലക്കിയിരുന്നു. അവർ ഇസ്രായേലുമായി യുദ്ധത്തിന് വന്നപ്പോൾ യഹോശാഫാത്ത് ഭയപ്പെട്ടു പോയി. അപ്പോൾ തന്നെ അവൻ ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി യഹൂദയിൽ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഈ വലിയ സമൂഹത്തോട് എതിർത്ത് നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടു എന്നറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആസാഫ് എന്ന സംഗീത പ്രമാണിയുടെ കൊച്ചുമകനായ യഹസിയേലിന്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ ആലോചന രാജാവിനെയും യെരൂശലേം നിവാസികളെയും അറിയിച്ചു. ഈ വലിയ സമൂഹത്തെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. അതെ, വലിയൊരു സത്യം ദൈവം ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയായിരുന്നു. യുദ്ധം ദൈവത്തിൻ്റെതത്രേ. യഹോവ നിങ്ങളോട് കൂടെയുണ്ട്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ഇത് കേട്ടപ്പോൾ അവർ വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിനു മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ അവർക്കെതിരെ യുദ്ധത്തിന് വന്ന അമ്മോന്യരും മോവാബ്യരും പരസ്പരം വെട്ടി മരിക്കത്തക്ക നിലയിൽ ദൈവം ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു. അങ്ങനെ വലിയ ജയം ഇസ്രായേലിന് ലഭിച്ചു. അമ്മോന്യരുടെയും മോവാബ്യരുടെയും വസ്ത്രങ്ങളും വിശേഷ വസ്തുക്കളും സമ്പത്തുമെല്ലാം ഇസ്രായേലിന് ലഭിച്ചു. അങ്ങനെ ബരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു. യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകി. തിരുവെഴുത്തിൽ ഈ ഭാഗത്ത് മാത്രമാണ് ജയസന്തോഷം എന്ന വാക്ക് കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനോട് തുല്യമായ ഒരു ജയോത്സവം എന്നുള്ള പദം നാം വായിക്കുന്നു. അത് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യമാണ്. അത് മറ്റൊരു ജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ജയം വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ശക്തികളോടുമുള്ള പോരാട്ടത്തിൽ ജയിച്ച ജയമാണ്. ഇവിടെ ജയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. പിശാചിൻ്റെ തല തകർക്കുവാൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന കർത്താവ് ക്രൂശിൽ അത് സാധ്യമാക്കി. മരണത്താൽ പിശാചി ജയിച്ചു എന്ന് കരുതിയെങ്കിലും മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ പരാജയപ്പെടുത്തി മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനായി നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതിലൂടെ പിശാചിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. തൽഫലമായി നമ്മുടെ അതിക്രമങ്ങൾ ക്ഷമിച്ചു. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ച് നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്ത് ക്രൂശിൽ മായ്ച്ചു കളഞ്ഞു. പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് നമുക്ക് പകരം അനുഭവിച്ചതുകൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ ഒഴിവുള്ളവരാക്കി. നമുക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത ഘോര ശത്രുവിൻ്റെ തല തകർത്തു. നമ്മെ പിശാചിൻ്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. ആകയാൽ നമുക്ക് ജയസന്തോഷം നൽകി ദൈവത്തിന് മഹത്വമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലും ഒരു ബരാഖ താഴ്വര ഉളവാകത്തക്ക നിലയിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. പിശാചിൻ്റെ തല തകർത്ത് പിശാചിൻ്റെ മേൽ വിജയം നൽകി പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന്, അന്ധകാര ശക്തികളുടെ അധികാരത്തിൽ നമ്മെ വീണ്ടെടുത്ത് ആ നിലയിൽ നമ്മെ രക്ഷിച്ച ദൈവത്തിന് നമുക്ക് ഉല്ലാസത്തോടും സന്തോഷത്തോടും കൂടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഘോര ശത്രുവിൻ്റെ മേൽ ദൈവം അവിടുന്ന് അത്ഭുതകരമായി വിജയം നൽകിയത് കൊണ്ട് സ്തോത്രം. പിശാചിൻ്റെ അധികാരത്തിൽ നിങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം. അന്ധകാരത്തിൻ്റെ അധിപതിയായ പിശാചിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചതുകൊണ്ട് ഞങ്ങളെല്ലാ സന്തോഷത്തോടും കൂടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സർവമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.